ഓൺലൈനായിട്ടൊക്കെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ മെയിൽ അയച്ചു കൊടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. മിക്കപ്പോഴും കവർ ലെറ്റർ വെക്കാറില്ല, അല്ലെങ്കിൽ മിസ്സായി പോകാറുണ്ട്, അല്ലെങ്കിൽ വളരെ ജനറൽ ആയിട്ടുള്ളൊരു കവർ ലെറ്റർ ആയിരിക്കും വെക്കുന്നത്. ഒരു കവർ ലെറ്റർ വെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണ്, എങ്ങനെയാണ് ഒരു കവർ ലെറ്റർ സെറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. കമ്പനികളിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ മെയിൽ അയച്ച് കൊടുക്കുമ്പോൾ കവർ ലെറ്റർ വെച്ച് തന്നെ അയക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റഡ് സാർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ആളുടെ പേരറിയെങ്കിൽ പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജസ്റ്റ് പേര് എന്താണ്, അതുപോലെ ഈ ഒരു വേക്കൻസി എവിടെയാണ് കണ്ടത് എന്ന് പറഞ്ഞ ശേഷം ആ ഒരു ജോബിന് നിങ്ങൾ എന്തുകൊണ്ട് എലിജിബിൾ ആണെന്നുള്ളൊരു ബ്രീഫായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് വൈ ടു കൺസിഡർ യു ഫോർ ദിസ് ജോബ് പോസ്റ്റ് എന്നുള്ളൊരു ആൻസർ ആ ഒരു സെൻറ്റൻസിനകത്ത് നിന്ന് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടെക്നോളജി സ്കിൽസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം, അതല്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതൊരു 2 or 3 ലൈൻസിനകത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ട് നിങ്ങളുടെ പേരും കോൺടാക്റ്റ് നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ച് അത് എൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു 200 അല്ലെങ്കിൽ 300 ലെറ്റേഴ്സിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കവർ ലെറ്റർ വെച്ചാൽ മതി. വാരി വലിച്ച് എഴുതി എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ട, കാരണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് കൊടുത്ത് കാണും. അപ്പോൾ ആ ഒരു റെസ്യൂമെ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഈ ഒരു ജോബിന് എലിജിബിൾ ആണോ അല്ലേ എന്ന് HR മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കവർ ലെറ്റർ വെക്കുന്നത്. അപ്പോൾ അത് HR ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം 200, 300, 400 റെസ്യൂമെയൊക്കെ മെയിലായിട്ട് വരുന്ന സമയത്ത് ഓരോന്നും ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാതെ തന്നെ കവർ ലെറ്റർ കാണുമ്പോൾ അറിയാം ആൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത്. പിന്നെ ഈ ഒരു കവർ ലെറ്റർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലരിങ്ങനെ ഇത് അറ്റാച്ച്മെൻ്റ് ആയിട്ട് വെക്കാറുണ്ട്. റെസ്യൂമയുടെ കൂടെ തന്നെ കവർ ലെറ്റർ അറ്റാച്ച്മെൻ്റ് ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം വീണ്ടും ഈ പറഞ്ഞ പോലെ കവർ ലെറ്റർ ഡൗൺലോഡ് ചെയ്യണം, റെസ്യൂമെ ഡൗൺലോഡ് ചെയ്യണം, അത് ഇരട്ടിപ്പണിയാണ്. അതുകൊണ്ട് മെയിൽ അയക്കുന്ന സമയത്ത് കവർ ലെറ്റർ വേറെ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് അയക്കരുത്. ആ ഒരു മെയിൽ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് റെസ്യൂമെ അറ്റാച്ച് ചെയ്തിട്ട് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കവർ ലെറ്റർ എപ്പോഴും സിമ്പിളായിരിക്കണം. ആ ഒരു ബേസിക് ഫോർമാറ്റ് കീപ്പ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ജോബിന് എലിജിബിൾ ആയിട്ടുണ്ടെന്നുള്ള കാര്യം അതിനകത്തുനിന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും ഇമെയിൽ ഐ ഡിയും വെച്ച് കമ്പനിയിലേക്ക് റെസ്യൂം അറ്റാച്ച് ചെയ്തിട്ട് മെയിൽ അയച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. IT ട്രെയിനിങ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തൊരു സപ്പോർട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.